Question number 2 നോക്കാം. Let P be the point on the parabola y is equal to x square such that the slope of tangent to the parabola at the point P is 4. Q be the point in the first quadrant lying on the circle x square plus y square equal to such that the slope of the tangent to the circle at the point Q is minus 1. R be the point in the first quadrant lying on the ellipse x square plus 4y square equal to 8 such that the slope of the tangent to the ellipse at the point R is minus half. Then the radius of a circle passing through PQRS. Straightforward question. കാരണം നമ്മുടെ കയ്യിൽ y is equal to x square ആണ്. അപ്പോൾ x square equal to 4ay. ഓക്കെ, അതുപോലെ y is equal to mx plus c. ഓക്കെ, പോയിന്റ് ഓഫ് ടാൻജൻസി നമുക്കറിയാം am 2am, am സ്ക്വയർ ആണ്. ഇവിടെ a വാല്യൂ എന്ന് പറയുന്നത് 1/4 ആണ്. അതുപോലെ m വാല്യൂ എത്രയാണ്? a വാല്യൂ നമുക്ക് 1/4 ആണെന്നറിയാം. m വാല്യൂ എത്രയെന്നറിയാം? 4 ആണെന്നറിയാം. സോ പോയിന്റ് ഓഫ് ടാൻജൻസി നമുക്ക് അതിൽ നിന്ന് കിട്ടും. p comes out to be എത്ര കിട്ടാൻ പോണത്? 2,4 എന്ന് വരും. 2,4 സിമ്പിൾ, ഒരു പ്രശ്നമില്ല. അത് വളരെ എളുപ്പത്തിൽ കിട്ടിട്ടോ. ഇതുപോലെ എല്ലാത്തിനും ഡയറക്റ്റ് ഫോർമുല അത് ഉപയോഗിക്കാൻ വേണ്ടി വേറെ ചെയ്യാനില്ല. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു ആർ സ്ക്വയർ ഉണ്ട് എൻ്റെ കയ്യിൽ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു ആർ സ്ക്വയറും വൈ ഈസ് ഇക്വൽ ടു എം എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പോൾ പോയിന്റ് ഓഫ് ടാൻജൻസി നമുക്കറിയാം മൈനസ് എം ആർ സ്ക്വയർ ബൈ സി ആർ സ്ക്വയർ ബൈ സി ആണ്. ഓക്കെ, അതിൽ എം കണ്ടുപിടിക്കാൻ സി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുമ്പോൾ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ ആണ്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവർ 2 തന്നിട്ടുണ്ട്, 1 പ്ലസ് എം തന്നിരിക്കുന്നത് -1 ആണ്. അപ്പോൾ 4 വരും. സീൻ്റെ വാല്യൂ പ്ലസ് ഓർ -2 വരും. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് വരണമെങ്കിൽ സി എന്ത് ചെയ്യണം? 2 ആയിട്ട് ചൂസ് ചെയ്യണം. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ -1ഉം ആർ സ്ക്വയറിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇത് 1,1 ആണ്. ആ പോയിന്റ് കിട്ടും. സിമ്പിൾ. ഇനി എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. y is equal to mx plus c. പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറഞ്ഞ സാധനം മൈനസ് എം എ സ്ക്വയർ ബൈ സി ബി സ്ക്വയർ ബൈ സി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എം എത്ര തന്നിരിക്കണവര്? ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം. എക്സ് സ്ക്വയർ ബൈ 8 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എ സ്ക്വയർ വാല്യൂ 8 ആണ്, ബി സ്ക്വയർ വാല്യൂ 2 ആണ്, എം വാല്യൂ തന്നിരിക്കുന്നത് -1/2 ആണ്. സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ എം സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 പ്ലസ് 2 4 ആണ്. അപ്പോൾ സി വാല്യൂ അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? +2 ചൂസ് ചെയ്യാം, കാരണം ഫസ്റ്റ് ക്വാഡ്രന്റ് കിട്ടണമല്ലോ. അപ്പോൾ ഇവിടെ എന്താ വരാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എ സ്ക്വയർ -1/2. അപ്പോൾ 1/2 ഇൻറ്റു എ സ്ക്വയർ 4/2. ഇത് 2 എന്ന് കിട്ടും. ബി സ്ക്വയർ ബൈ സി എന്ന് പറയുമ്പോൾ 1 കിട്ടും. അപ്പോൾ എല്ലാ പോയിന്റ്സും കിട്ടി കേട്ടോ. ഇനി 2 4 1 1 2 1. അപ്പോൾ ആ പോയിന്റുകൾ എങ്ങനെയാന്ന് നോക്കിക്കുക. ഈ പോയിന്റുകൾ എങ്ങനെയാണെന്ന് നോക്കിക്കുക. 1 1 എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്, പിന്നെ 2 1 എന്നൊരു പോയിന്റ് ഉണ്ട്, പിന്നെ 2 4 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 2 4 ആണ് പി, പിന്നെ 1 1 ക്യൂ ഉണ്ട്, പിന്നെ ആർ ഉണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 1 യൂണിറ്റ് ആണ്, ഈ ഡിസ്റ്റൻസ് 3 യൂണിറ്റ് ആണ്. അപ്പോൾ പി ക്യൂ എന്ന് പറയുന്നത് √10 ആണ്. അപ്പോൾ ആ സർക്കം റേഡിയസ് ഓഫ് സർക്കിൾ പാസിംഗ് ത്രൂ പി ക്യൂ ആർ എന്ന് പറയുമ്പോൾ ½ √10 വരാൻ പോണത്. അപ്പോൾ √5/2 അതാണ് എൻ്റെ ആൻസർ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ.